ശ്രീമന്നാരായണീയം ദശകം 19 പ്രജേതസ്സുകളുടെ കഥ. ശ്ലോകം 6. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃപാബലേനൈവ പുരപ്രജേതസാം പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജിചക്രാദിവരായുധാം ശുഭിർഭുജാഭിരഷ്ടാഭിരുദഞ്ജിതദ്യുതി. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പ്രജേതസ്സുകള് തുടർച്ചയായിട്ട് അനുഷ്ഠിച്ച തപസ്സിന്റെ ശക്തി മൂലം പ്രാചീന ബർഹിസ്, അവരുടെ അച്ഛൻ പ്രാചീന ബർഹിസ് ഒരുപാട് യാഗങ്ങൾ ചെയ്തതുകൊണ്ട് അതിലൊക്കെ ഹിംസ ചെയ്തിരുന്നു, യാഗാശ്വങ്ങളെ വധിച്ചിരുന്നു. അതിൻ്റെയൊക്കെ പാപം മുഴുവനും തീർന്ന് പരിശുദ്ധനായി മാറി. ആ സമയത്ത് നാരദൻ കൊട്ടാരത്തിൽ വരികയും പ്രാചീന ബർഹിസിന് ആത്മതത്വത്തെ ഉപദേശിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രാചീന ബർഹിസ് കപിലാശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്ത് ഭഗവത് സാരൂപ്യത്തെ പ്രാപിച്ചു. കൃപാബലേന, കൃപാ കാരുണ്യം, കാരുണ്യത്തിന്റെ ബലേന ശക്തിയാൽ തന്നെ ശക്തിയാൽ തന്നെ, കാരുണ്യത്തിന്റെ ശക്തിയാൽ തന്നെ പ്രജേതസാം, ആ പ്രജേതസ്സുകളുടെ പുര മുമ്പിൽ പദകേന്ദ്ര വാഹന, പദകേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പക്ഷിശ്രേഷ്ഠൻ, പതകം എന്ന് പറഞ്ഞാൽ പക്ഷി, ആ പക്ഷികളില് ശ്രേഷ്ഠനായിട്ടുള്ളത് ആള് ഗരുഡൻ. പദകേന്ദ്ര വാഹന, ഗരുഡാരൂഢനായിട്ട് ഗരുഡന്റെ പുറത്ത് കയറി ഇരുന്നു കൊണ്ട് വിരാജി, വിരാജി എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന, ചക്രാദി വരായുധാംശുഭി, ചക്രം മുതലായ ആയുധങ്ങളുടെ അംശുഭി, അംശു രശ്മികള്, ആ രശ്മികള് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി വരികയാണ് ഇവരുടെ മുമ്പിലേക്ക്, പ്രജേതസ്സുകളുടെ മുമ്പിലേക്ക്. ശംഖചക്രഗദാ പത്മമെല്ലാം ധരിച്ച് ആ ആയുധങ്ങളുടെയൊക്കെ രശ്മികൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അഷ്ടാഭി ഭുജാഭി, 8 കൈകളെ കൊണ്ട്. ഇവിടെ വരായുധാംശുഭി, വരം ശ്രേഷ്ഠം. അപ്പൊ ആ ആയുധങ്ങളുടെയൊക്കെ വിരാജി ചക്രാദി വരായുധാംശുഭി, ചക്രം മുതലായ ആയുധങ്ങളുടെ രശ്മികള് ഇവിടെ പ്രകാശിച്ച് കൊണ്ടിരിക്കുന്ന, കയ്യിലുള്ള ആയുധങ്ങളുടെയൊക്കെ പ്രകാശം. അങ്ങനെയുള്ള അഷ്ടാഭി ഭുജാഭി, 8 കൈകളാലും ഉദഞ്ചിതദ്യുതി, അതായത് ചുറ്റും പരക്കുന്ന ദ്യുതി, പ്രകാശത്തോടു കൂടിയവനായി, വർദ്ധിച്ച ശോഭയോടു കൂടിയവനായി പ്രകാശം ആകാ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രജേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ എങ്ങനെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത്. ഗരുഡന്റെ പുറത്ത് കയറി ഇവിടെ ആയുധങ്ങളെല്ലാം കയ്യിലേന്തി എട്ട് കൈകളിലും വർദ്ധിച്ച ശോഭയോടുകൂടി പ്രകാശിക്കുന്ന ആയുധങ്ങളുമായിട്ടാണ്, ആയുധങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രജേതസ്സുകളുടെ ആഗ്രഹം കൊണ്ടല്ല ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അതാണ് ആദ്യം പറഞ്ഞത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, അവരോടുള്ള ആ കരുണ, അതുകൊണ്ടാണ് ഇവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട. പ്രജേതസ്സുകൾക്ക് ഇങ്ങനെ തന്നെ ഈ തപസ് അനുഷ്ഠിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. കാരണം ഭഗവാൻ
എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ആനന്ദം, അതായിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യം. ഭഗവത് ഭജനത്തിലുള്ള ആ ആനന്ദം അത് മറ്റൊന്നും കൊണ്ടും കിട്ടുന്നതല്ല. അങ്ങനെയുള്ള പ്രചേതസ്സുകളുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷനായി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.